തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കാണാതായവരിൽ അഞ്ചുതെങ്ങ് സ്വദേശിയായ ഫ്രീമോന്റെ മൃതദേഹം കണ്ണാന്തുറയിൽ നിന്ന് രാവിലെ കണ്ടെടുത്തു. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ചേർന്ന് 3 ബോട്ടുകളിലാണ് തിരച്ചിൽ തുടരുന്നത്. തിരച്ചിലിന് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ശക്തമാക്കിയിരിക്കുകയാണ്. മുതലപ്പുഴയിൽ ഇന്നലെ വള്ളം മറിഞ്ഞ് 4 പേരാണ് കടലിൽപ്പെട്ടത്. അതിൽ 2 പേരെ ആ ഘട്ടത്തിൽ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 2 പേരെയാണ് പിന്നീട് കാണാതായത്. ആ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നലെ തന്നെ നടത്തുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന പ്രദേശത്താണ് ആ ബോട്ട് മറിഞ്ഞിരുന്നത്. മത്സ്യബന്ധന വള്ളമാണ് മറിഞ്ഞത്. അതിൽ ഉണ്ടായിരുന്ന ഫ്രീമാൻ എന്ന് പറയുന്ന ആളെയാണ് ഇന്ന് രാവിലെ കണ്ണാന്തുറയിൽ നിന്ന് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. ഇനി കാണാനുള്ളത് ഷിജിൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയെ കൂടിയാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നിലവിൽ നടത്തുന്നത്. കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. ഈ മുതലപ്പുഴയിലെ ഭാഗത്തും അതിന് തൊട്ടടുത്തായ പ്രദേശങ്ങളിലും ഒക്കെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. വലിയ തരത്തിലുള്ള തിരമാലകളുണ്ട്, വലിയ കാറ്റുണ്ട് രാവിലെ മുതൽ. അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങാൻ ഇരുന്ന പരിശോധന അത് വൈകിയാണ് ഇന്ന് തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. കോസ്റ്റൽ ഗാർഡിന്റെ ബോട്ടുകൾ ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. കോസ്റ്റൽ പോലീസും ഒക്കെയായുള്ള പരിശോധന നിലവിലിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് സ്ഥലത്തുണ്ടായത്. ഈ മുതലപ്പുഴയിൽ കാലങ്ങളായി ഇങ്ങനെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ചെറു ബോട്ടുകൾ തിരിച്ചെത്തുന്ന ഘട്ടത്തിലും അങ്ങോട്ട് പോകുന്ന ഘട്ടത്തിലുമെല്ലാം അത് മറിഞ്ഞ് നടുകെ പൊളിഞ്ഞു പോകുന്ന സ്ഥിതിയൊക്കെയുണ്ട്. ഈ മുതലപ്പുഴയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അതിന് പ്രധാനമായും കാരണമായിരുന്നത്. അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മണൽ വാരാനുള്ളൊരു നീക്കം നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറെ മണൽ ഇവിടുന്ന് വാരി നീക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന്, മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ വലിയ പ്രതിഷേധം ഈ പ്രദേശങ്ങളിൽ നടത്തുന്നത്. പക്ഷേ പ്രതിഷേധത്തിന്റെ ആ സമയത്ത് മാത്രം ഉള്ള ഇടപെടൽ ഉണ്ടാവുകയും അതിനുശേഷം ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ ഈ മുതലപ്പുഴയിൽ മാത്രം ഇങ്ങനെ ഇടയ്ക്കിടെ മരിച്ചു പോകാനുള്ള കാരണമെന്ന് പറയുന്നത്, വലിയ തരത്തിലുള്ള അപകടത്തിൽപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. പല സാഹചര്യത്തിലും വലിയ തിരമാലകൾ ഉണ്ടാവുകയും അവിടെ നിന്ന് വീഴുന്ന ആളുകളെ മത്സ്യത്തൊഴിലാളികൾ തന്നെ അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. സ്ഥിരം ഒരു രക്ഷാപ്രവർത്തനം നടത്താനുള്ള സംവിധാനം വേണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. പക്ഷേ അത് ഇതുവരെയും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഷിജിനായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വലിയ കാറ്റും തിരമാലകളും ഒക്കെ അതിന് പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു. കൂടുതൽ സേനയെ, കൂടുതൽ സംവിധാനങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയുള്ള തിരച്ചിൽ വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ, പ്രദേശവാസികളുടെ ഒക്കെ ആവശ്യം. ഉണ്ണി പാലാഴിക്കൊപ്പം മുതലപ്പുഴയിൽ നിന്നും വിജിൻ വായാന്തോട്, മീഡിയ 1.